ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. പ്രഥമഃ പാഠഃ സുഭാഷിതാനി. ഫസ്റ്റ് ചാപ്റ്റർ സുഭാഷിതാനി. സുഭാഷിതാനി എന്ന് പറഞ്ഞാൽ സു പ്ലസ് ഭാഷിതാനി. സു എന്ന് പറഞ്ഞാൽ നല്ലത്, ഗുഡ്. ഭാഷിതാനി എന്ന് പറഞ്ഞാൽ വേർഡ്സ്, നല്ല വേർഡ്സ് ആണ് സുഭാഷിതാനി. അതായത് ഈ താഴെ തന്നേക്കണ ഒരു 6 പോയവും നല്ല മീനിങ് വരുന്ന നല്ല പോയമാണ്. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയം നോക്കാം. ഗുണ ഗുണജ്ഞേഷു ഗുണാ ഭവന്തി തേ നിർഗുണം പ്രാപ്യ ഭവന്തി ദോഷാഃ സുസ്വാദുതോയാഃ പ്രഭവന്തി നദ്യ സമുദ്രമാസാദ്യ ഭവന്ത്യപേയ. അപ്പോൾ ഈ 4 വരിയുടെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരി നമുക്ക് നോക്കാം. ഗുണ ഗുണജ്ഞേഷു ഗുണാ ഭവന്തി തേ നിർഗുണം പ്രാപ്യ ഭവന്തി ദോഷാഃ. ഇത് പറയുന്നത് നല്ല ആൾക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നല്ല സ്വഭാവം കിട്ടും. നേരെ മറിച്ച് നല്ല ആൾക്കാര് ചീത്ത ആൾക്കാരുടെ കൂടെ കൂടിയാൽ അവര് ചീത്തയായി പോവും എന്നാണ് ഫസ്റ്റ് ലൈൻ പറയുന്നത്. അതുപോലെ സുസ്വാദുതോയാഃ പ്രഭവന്തി നദ്യ സമുദ്രമാസാദ്യ ഭവന്ത്യപേയ. സുസ്വാദുതോയാഃ പ്രഭവന്തി നദ്യ, അതായത് നദി എന്ന് പറഞ്ഞാൽ എന്താ, നല്ല വെള്ളമായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർ നമുക്ക് വേണമെങ്കിൽ കുടിക്കാം. അപ്പൊ നല്ല വെള്ളം തരുന്ന നദി സമുദ്രത്തിലേക്ക് മേർജ് ചെയ്ത, അതായത് സമുദ്രമായിട്ട് സംഗമിച്ച അത് ചീത്ത വെള്ളമായി മാറും. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ നല്ല ഫ്രണ്ട്സിനോട് കൂടിക്കഴിഞ്ഞാൽ നമ്മളും നല്ലവരായിട്ട് നടക്കും. പക്ഷെ ചീത്ത ഫ്രണ്ട്സിനോടാണ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും ചീത്ത കൂട്ടുകെട്ടായി മാറും. നദി സമുദ്രത്തോടൊപ്പം ചേരുമ്പോൾ അത് എന്താവും, വെള്ളം ഉപ്പ് വെള്ളമാവും. അപ്പൊ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് മനുഷ്യരും. അതാണ് ഈ ഫസ്റ്റ് പോയം. അടുത്ത പോയം നോക്കാം. സാഹിത്യ സംഗീത കലാവിഹീനഃ സാക്ഷാത് പശു പുച്ഛവിഷാണഹീനഃ തൃണം ന ഗാദന്നഭിജീവമാന തദ്ഭാഗ്യതേയം പരമം പശൂന. ഇതില് പറയുന്നത് ഒരാൾക്ക് സാഹിത്യത്തിലോ സംഗീതത്തിലോ അല്ലെങ്കിൽ കല അതിലൊന്നും നോളജ് ഇല്ല, അറിവില്ല എന്നുള്ള ആള് സാക്ഷാത് പശു പുച്ഛ വിഷാണഹീനഃ, സാധാരണ നോർമൽ ഒരു ആനിമലിനെ പോലെയാണ്, ഒരു മൃഗത്തെ പോലെയാണ്. സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലൊന്നും വിവരമില്ലാത്ത ആള്. പശുവിനെ പോലെ, അതായത് മൃഗത്തെ പോലെ. പുച്ഛ വിഷാണഹീനഃ, കൊമ്പും വാലും ഇല്ലാത്ത പശു, അതായത് മൃഗത്തെ പോലെയാണ്. ഒരാൾക്ക് സാഹിത്യത്തിലോ സംഗീതത്തിലോ കലയിലോ ഒന്നും അറിവില്ലാന്നുണ്ടെങ്കിൽ അയാള് ഒരു മൃഗം പോലെയാണ്. തലയും അതായത് കൊമ്പും വാലും ഇല്ലാത്തൊരു മൃഗം പോലെയാണ് എന്നാണ് ഫസ്റ്റ് ലൈൻ പറയുന്നത്. അതുപോലെ അതിന്റെ ബാക്കി തൃണം ന ഗാദന്നഭിജീവമാന തദ്ഭാഗ്യതേയം പരമം പശൂന. ഇപ്പൊ പറഞ്ഞല്ലോ, പശുവിനെ പോലെയാണ്, മൃഗത്തെ പോലെയാണ് ഒരാൾക്ക് ഇതിലൊന്നും കഴിവില്ല എന്നുണ്ടെങ്കിൽ. അപ്പോ ഈ പശുക്കളുടെ ഭാഗ്യമാണ് അയാൾ പുല്ലു തിന്നുന്നില്ല എന്നുള്ളത്. മൃഗം എന്ന് പറഞ്ഞാൽ പുല്ലു തിന്നുന്നവരാണല്ലോ. അപ്പോ ഈ മനുഷ്യര് പുല്ലു തിന്നാത്തത് ഈ മൃഗങ്ങളുടെ ഭാഗ്യമാണ് എന്നാണ് ഈ പോയത്തിൽ പറയുന്നത്. അടുത്തത് ലുബ്ധസ്യ നശ്യതി യശഃ പിശുനസ്യ മൈത്രി നഷ്ടക്രിയസ്യ കുലമർത്തപരസ്യ ധർമ്മ വിദ്യാഫലം യസനിനഃ കൃപണസ്യ സൗഖ്യം രാജ്യം പ്രമർത്ത സജീവസ്യ നരാധിപസ്യ. അപ്പോ ഈ പോയത്തിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൈൻ നോക്കാം. ലുബ്ധസ്യ നശ്യതി യശഃ പിശുനസ്യ മൈത്രി നഷ്ടക്രിയസ്യ കുലമർത്തപരസ്യ ധർമ്മ. അപ്പോ ആദ്യത്തെ ലൈനിൽ പറയുന്നത് ഒരു ഗ്രീഡിയായ, ഒരു അത്യാഗ്രഹിയായ ഒരാളുടെ കൂട്ടുകൂടിയാലോ അല്ലെങ്കിൽ ആ ആർത്തി കൂടിയ ആള് അയാളുടെ ലുബ്ധഃ, അതായത് യശസ് നശിക്കുന്നു. ആ ആളുടെ യശസ്സാണ് നശിക്കുന്നത്. അതുപോലെ നഷ്ടക്രിയസ്യ കുലമർത്തപരസ്യ ധർമ്മ എന്ന് പറഞ്ഞാൽ പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുടെ കൂടെ കൂടിയ നമ്മളും ചീത്തയാവും, നമ്മളെ ജീവിതവും നശിച്ചു പോവും. അതാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. ഗ്രീഡി ആയിട്ടുള്ള ആളുടെ കൂടെ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ അയാളെ യശസ് നശിക്കും. യശസ് അതായത് നശിച്ചു പോവും. അതുപോലെ പരദൂഷണമൊക്കെ പറഞ്ഞ് മോശമായിട്ട് നടക്കുന്ന ആളുടെ കൂടെ കൂടിയാലും നമ്മളും ചീത്ത കൂട്ടുകെട്ടിൽ ആയിപ്പോവും. അതാണ് ഫസ്റ്റ് ലൈൻ. അതുപോലെ വിദ്യാഫലം യസനിനഃ കൃപണസ്യ സൗഖ്യം രാജ്യം പ്രമർത്ത സജീവസ്യ നരാധിപസ്യ. ഇവിടെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഒരു കിങ്ഡമില് രാജാവും ഉണ്ടാവും, മന്ത്രി ഉണ്ടാവും. അപ്പോൾ രാജാവ് എത്രമാത്രം നല്ലവനാണെങ്കിലും
അയാളുടെ മന്ത്രിക്ക് എന്തെങ്കിലും കുരുട്ടുബുദ്ധിയോ ചീത്ത ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ആ രാജാവ് എത്ര നന്നായാലും ആ രാജ്യം നശിച്ചു പോവും. അതാണ് ഈ സെക്കൻഡ് ലൈനിൽ പറയുന്നത്. അതായത് നമ്മൾ പിശുക്കൊന്നും കാണിക്കാണ്ട് ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോവാണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അതാണ് ഈ പോയത്തില് സിമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. സന്തോഷവാനായിട്ട് ജീവിക്കണമെങ്കിൽ പിശുക്കൊക്കെ മാറ്റി വെച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അടുത്ത പോയം പീത്വാ രസം തു കടുകം മധുരം സമാനം മാധുര്യമേവ ജനയേത് മധുമക്ഷികാസൗ സന്തസ്തൈവ സമസജ്ജന ദുർജനാനാം ശ്രുത്വാ വചഃ മധുരസൂക്തരസം സൃജന്തി. അതായത് പീത്വാ രസം തു കടുകം മധുരം സമാനം മാധുര്യമേവ ജനയേത് മധുമക്ഷികാസൗ. മധുമക്ഷിക എന്ന് പറഞ്ഞാൽ ഹണിബി. പീത്വാ രസം തു കടുകം മധുരം സമാനം. ഹണിബി എന്താ കുടിക്കുന്നത്? തേൻ. അപ്പോ ആദ്യം ആ തേൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രസം എന്നാണ് സൂചിപ്പിക്കുന്നത്. പീത്വ കുടിക്കുന്നു. അത് ബിറ്ററുമായിരിക്കും. കടുകം അതായത് ബിറ്റർ ആയിരിക്കും, മധുരം സ്വീറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഹണിബി ആദ്യം ബിറ്റർ ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ളതും ആയ ഹണി കുടിച്ചിട്ട് നമുക്ക് എന്താ തരുന്നത്? നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഹണിയാണ് നമുക്ക് തരുന്നത്. അതാണ് ഫസ്റ്റ് ലൈൻ. അതുപോലെ തന്തസ്ഥൈവ സമസജ്ജന ദുർജനാനാം ശ്രുത്വാ വചഃ മധുരസൂക്തരസം സൃജന്തി. ഇവിടെ പറയുന്നത് ഒരാള്, അതായത് ഒരു സ്വാമി അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ. ഈ ടീച്ചർ അല്ലെങ്കിൽ സ്വാമി നല്ലവരിൽ നിന്നും ചീത്തവരിൽ നിന്നും എല്ലാം കേൾക്കും. ഇപ്പൊ പള്ളിയിൽ അച്ഛനൊക്കെ കുമ്പസരിക്കുമ്പോഴത്തേക്കും നല്ല വശങ്ങളും കേൾക്കും, അതുപോലെ ചീത്ത തെറ്റുകളും കേൾക്കും. എന്നിട്ട് നമുക്ക് നല്ലത് മാത്രമല്ലേ പറഞ്ഞു തരുന്നത്. അതേപോലെയാണ് നമ്മുടെ ടീച്ചേഴ്സും, അതുപോലെ സ്വാമിയും. അത് നമ്മളിൽ നിന്ന് ചീത്തയും കേൾക്കും, ചീത്ത കാര്യങ്ങളും കേൾക്കും, നല്ല കാര്യങ്ങളും കേട്ടും. എന്നിട്ട് നമ്മൾക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. അതുപോലെയാണ് മധുമക്ഷിക. ആദ്യം ചീത്തയും എടുക്കും, കടുകം എടുക്കും, മധുരം സ്വീറ്റും എടുക്കും. കടുകം എന്ന് പറഞ്ഞാൽ ബിറ്റർ, അതെടുത്തിട്ട് നമുക്ക് മധുരമുള്ള ഹണിയെ തരത്തുള്ളൂ. അതുപോലെയാണ് സ്വാമിയോ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ പോലത്തെ ആൾക്കാർ, നല്ല നല്ല അറിവുള്ള കഴിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളിൽ നിന്ന് എല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ. അതാണ് ഈ പോയം. അടുത്ത പോയം നോക്കാം. വിഹായ പൗരുഷം യോഹി ദൈവ മാവലംബതെ പ്രസാദ സിംഹാവത് തസ്യ മൂർധിർന തിഷ്ടന്തി വായസാഹ. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ വിഹായ പൗരുഷം യോഹി ദൈവമേവ വാലംബതെ. അതായത് ഒരാള് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കത് കിട്ടും, ഭാഗ്യമുണ്ടെങ്കിൽ ശരിയാവും എന്ന് മാത്രം, പരിശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. പറഞ്ഞാൽ ഏത് വ്യക്തിയാണ് ഒരു കാര്യം ഭാഗ്യത്തിന്മേൽ വിടുക, ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും എന്ന് പറയുന്ന ഒരാള്. അതായത് ഈ പോയമിൽ പറയുന്നത് നമ്മള് എല്ലാ കാര്യങ്ങളും അത് ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും, അത് വിധി അനുസരിച്ചിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന, അതായത് നമ്മൾ പരിശ്രമിക്കാണ്ട് വെറുതെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതൊരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ പരിശ്രമിച്ചോണ്ടേ ഇരിക്കണം. അതാണ് ഈ പോയം. പുഷ്പപത്ര ഫലഛായാം മൂലവൽക്കല ദാരുഭിഹി ധന്യാമഹീരുഹായേഷാം വിമുഖം യാന്തി നാർത്തിനഹ. അപ്പോൾ ആദ്യത്തെ ലൈനിൽ പറയുന്നത് പുഷ്പപത്ര ഫലഛായാം മൂലവൽക്കല ദാരുഭിഹി. ഒരു മരം നമുക്ക് എന്തൊക്കെയാ തരുന്നത്? പുഷ്പം, പൂവ്, പത്രം അതായത് ഇല, ഫലം അതായത് ഫ്രൂട്ട്സ്, ഛായ എന്ന് പറഞ്ഞാൽ ഷാഡോ. ഒരു മരം നമുക്ക് പുഷ്പങ്ങൾ തരും, പത്രങ്ങൾ അതായത് ഇലകൾ തരും, ഫലങ്ങൾ തരും, ഷാഡോ തരും. അപ്പോൾ അത് തരുന്നത് നമ്മളെ ഒരു വേർതിരിവും കാണിക്കാതെയാണ്, എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ തരുന്നുണ്ട്. അതുപോലെ ആവണം ധന്യ മഹീരുഹ യേശാം വിമുഖം യാന്തി നാർത്തിനഹ. അപ്പൊ ഈ മരത്തെ പോലെ ആവണം നമ്മൾ ഒരിക്കലും ഒരാളോട് വേർതിരിവ് കാണിക്കരുത്. അവരെന്താണ് ആവശ്യപ്പെടുന്നത്, അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുക, വേർതിരിവ് കാണിക്കാണ്ടിരിക്കുക. അതാണ് ഈ പോയം. എല്ലാവരെയും നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് സന്തോഷിപ്പിക്കും. ഒരിക്കലും നമ്മൾ വേറെ ആളെ നമ്മൾ കാരണം വിഷമിക്കാൻ ഇടവരുത്തരുത്. അതാണ് ഈ പോയം. പോയം ചിന്തനീയാഹി വിപഥാം ആദാവേവ പ്രതിക്രിയാഹ നാ കൂപഘനനം യുക്തം പ്രദീപ്തേ വഹ്നിനാ ഗൃഹേ. അപ്പോൾ ആദ്യത്തെ ലൈൻ എന്താന്ന് നോക്കാം.
ചിന്തനീയാഹി വിപദാം ആദാവേവ പ്രതിക്രിയാഹ. അതായത് നമുക്കൊരു പ്രശ്നം വന്നാൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതെങ്ങനെ മറികടക്കാം, അതായത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എന്ത് പ്രശ്നമാണ് വന്നത്, അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കുക. അല്ലാണ്ട് അത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. അതാണ് ഈ പോയം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ 7 പോയം പഠിച്ചു. അത് നല്ല മീനിങ് തരുന്ന പോയമാണ്. നിങ്ങൾക്കത് ലൈഫ് ലോങ് അത് ഉപയോഗിക്കാം. അതാണ് സുഭാഷിതാനി എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ. സുഭാഷിതം എന്ന് പറഞ്ഞാൽ നല്ല വചനങ്ങൾ, നല്ല മീനിങ് ഉള്ള പോയംസ്, അതാണ് സുഭാഷിതാനി. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ പോയം അതിന്റെ ഭാവാർത്ഥവും മീനിങ് ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് എക്സാമിന് 5 മാർക്കിനെങ്കിലും ചോദിക്കും. ഓരോ പോയം തന്നിട്ട് അതിന്റെ ഭാവാർത്ഥം ഒക്കെ എഴുതാൻ പറയും. അതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററുടെ എക്സസൈസ് സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.